സഭയ്ക്കുള്ളിൽ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ സർക്കാർ ഒളിച്ചോടുമ്പോൾ ജനങ്ങളുടെ ശബ്ദമായി സ്പീക്കറുടെ ഡെസ്കിന് മുന്നിലേക്ക് ഇരച്ചുകയറിയ മാത്യു കുഴൽനാടൻ ഇന്ന് യഥാർത്ഥ പോരാളിയായി മാറി. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന സഖാക്കളുടെ ഇരട്ടത്താപ്പിനെതിരെ കുഴൽനാടൻ നടത്തിയ ആ പ്രകടനം വെറുമൊരു ബഹളമായിരുന്നില്ല. അത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കൂടി രോക്ഷമായി മാറി. കൂട്ടിയിട്ട കള്ളങ്ങളുടെ കോട്ടയ്ക്കകത്ത് ഇരിക്കുന്നവർക്ക് മാത്യുവിന്റെ ആ ചാടിക്കയറ്റം ഒരു പ്രകമ്പനം തന്നെയായിരുന്നു. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച പ്രതിപക്ഷം പ്ലക്കാർഡുകളും ബാനറുകളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായത്. പിന്നാലെ സ്പീക്കറുടെ ചേംബറിൽ കയറാൻ പ്രതിപക്ഷ നേതാക്കൾ ശ്രമം നടത്തി. അൻവർ സാദത്ത് MLA സ്പീക്കറുടെ ചേംബറിൽ ചാടിക്കയറാൻ ശ്രമിച്ചപ്പോഴായിരുന്നു സഭ നിർത്തിവെച്ചുകൊണ്ട് സ്പീക്കർ ഇറങ്ങിപ്പോയത്. കുഴൽനാടൻ MLA എന്നൊക്കെ മറന്ന് ചേംബറിലേക്ക് കടന്നു കയറാനായിരുന്നു നോക്കിയത്. പിന്നീട് വാച്ചാൻ വാർഡ് അദ്ദേഹത്തെ തടയുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. സഭയിൽ ഒരു കയ്യാങ്കളി സന്ദർഭം തന്നെയായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ശ്രീമതി യു പ്രതിഭ ബഹുമാനപ്പെട്ട ശ്രീമതി യു പ്രതിഭ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ മന്ത്രി യു പ്രതിഭ യാതൊരു വിഷയവുമില്ലാതെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സമര ആഭാസങ്ങൾക്കാണ് സാർ നമ്മുടെ സഭ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ പ്രതിപക്ഷം BJPക്ക് വേണ്ടിയാണ് സാർ ജോലി ചെയ്യുന്നത്. സാർ കേന്ദ്ര ഗവൺമെന്റ് ഒരു ബജറ്റ് അവതരിപ്പിച്ചു. സാർ ആ ബജറ്റിനെ പറ്റി ഒരു അക്ഷരം പോലും ചർച്ച ചെയ്യാതെ ഈ സഭയ്ക്കകത്ത് വന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും നേരത്തെ രാജീവ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ സാർ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ സാർ ഈ നാണംകെട്ട സമരം ഈ പ്രതിപക്ഷം ഈ സഭയ്ക്കകത്ത് ചെയ്യുന്ന സാർ കേരളത്തിലെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് സാർ ഞാൻ ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സാർ ഒരു ദശാബ്ദ കാലത്തോളം നീണ്ടു നിന്ന സാർ എന്താണ് സാർ ഈ കാണിക്കുന്നത്? സാർ കുറുക്കന്റെ തല താൽക്കാലികമായി സഭ വീണ്ടും നിർത്തിവെക്കണം.